ഞായറാഴ്ച ഒരു 8ൻ്റെ പണി കിട്ടിയ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ദാ രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്നക്കുട്ടിക്ക് എക്സാം ക്ലാസ്സിലൊക്കെ പോയി വന്ന ശേഷം നമ്മൾ മുന്തിരി വൈനിടാൻ വേണ്ടി നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. അവൾ ഇവിടെ പുറകിൽ ക്യാമറയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ കരുതി അങ്ങ് വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറയാം. ഞാനിവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്, 1 ലിറ്റർ വെള്ളം, അതേപോലെ 3/4 കിലോ പഞ്ചസാര, പട്ട, കറിയാമ്പൂ, ഏലയ്ക്ക, ഇത്രയും സംഗതികളിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വൈൻ ഉണ്ടാക്കുക. 3 ദിവസം ഇതേപോലെ കെട്ടിവെക്കുക. അപ്പോൾ കെട്ടിവെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അന്നക്കുട്ടി ഇതാ വെള്ളമൊക്കെ എടുത്ത് തരാണ്. ഇതേപോലെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ തണുത്ത ശേഷം വേണം ഭരണിയിൽ ഒഴിക്കാൻ. അപ്പോഴേക്കും ചേട്ടൻ വന്നു. അപ്പോൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്കും ഉണ്ടായിരുന്നു, വേറെ വൈനും ഉണ്ടായിരുന്നു. പുള്ളിക്കും ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ബാ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ. പക്ഷേ ക്ലീനിങ് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ കട്ടിലും അലമാരയും മറിച്ചിട്ടുള്ള ക്ലീനിങ് ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുഞ്ഞാവ് വരാൻ പോവല്ലേ, നമുക്ക് ഡീപ്പായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിള്ളേരെ 2 പേരെ ഞങ്ങൾ ഗിയാമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സകലമാന സാധനങ്ങളും വലിച്ചിട്ട് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, നട്ടല് വെള്ളമായി. ഇതാ അത്രയും ചാക്ക് സഞ്ചികളും സാധനങ്ങളും നമുക്ക് കൊടുക്കാനും കത്തിച്ച് കളയാനും ഒക്കെ ആയിട്ടുണ്ട്, പഴയ തുണികളായിട്ടും എല്ലാം. പിന്നെ ഫുഡൊന്നും വയ്ക്കാൻ നേരം ഉണ്ടായില്ല, നേരെ പോയത് അൽഡ്രീമിലേക്കാണ്. ഇന്ന് അത്രയും ഞങ്ങൾ വശീകേടായിട്ടുണ്ടായിട്ടോ. കാരണം ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ക്ലീനിങ്. രാത്രി 10 മണിയായി എല്ലാം കഴിഞ്ഞപ്പോൾ.